السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد النبي الأمي الحبيب العالي العظيم الجاه وعلى آله وصحبه وسلم تسليما كثيرا كثيرا كثيرا. أما بعد، بسم الله الرحمن الرحيم. فقلت استغفروا ربكم إنه كان غفارا يرسل السماء عليكم مدرارا ويمددكم بأموال وبنين ويجعل لكم جنات ويجعل لكم أنهارا. صدق الله المولانا العظيم. التائب من الذنب كمن لا ذنب له شفيعنا رسول الله صلى الله عليه وسلم. ഏറ്റവും ബഹുമാനമുള്ള മുഅ്മിനുകളെ, മുഅ്മിനാത്തുകളെ, മഹാന റബീ ഇബ്നു സുഹൈബ് വലിയ മഹാൻ ചിലത് അള്ളാഹു റസൂലിൻ്റെ പേരക്കുട്ടി ഹസൻ റളിയല്ലാഹു അൻഹു മുട്ടന്നാൻ. അള്ളാഹു റസൂലിൻ്റെ പേരക്കുട്ടി ഹസൻ റളിയല്ലാഹു അൻഹു അയാൾ ചൊല്ലും. റബീ ഇബ്നു സുഹൈബ് സ്വഹാബി, ഹസൻ റളിയല്ലാഹു അൻഹു സ്വഹാബി. ഞാൻ ഇന്ന് അവിടെ 4 ആൾ വന്നിട്ട് ഒരാൾ ജനിച്ച് ഹസൻ റളിയല്ലാഹു അൻഹു റസൂലിൻ്റെ പേരക്കുട്ടിയായ ഹസൻ റളിയല്ലാഹു അൻഹു എല്ലാ ജനിച്ച് ഞങ്ങൾ മലയില്ലാണ്ട് ഭയങ്കര കങ്കാലായിട്ട് ബറകാല ಬಂದರೆ കൃഷിയെല്ലാം ഹലാക്കായി പോയിട്ട് കൃഷി ആക്കും കൂടി മലയില്ലാണ്ടായിട്ട്. അതുകൊണ്ട് ഞങ്ങൾ ഭയങ്കര ഹലാക്കുലുള്ള പരിഹാരം ഉണ്ടാക്കണം, പരിഹാര ചെന്തരണം എന്ന് ചെന്ത്. അപ്പോൾ ഹസൻ റളിയല്ലാഹു അൻഹു ചെന്ത് നിങ്ങൾ ധാരാളം ഇസ്തിഗ്ഫാർ ആരാക്കണം. അസ്തഗ്ഫിറുല്ലാഹൽ അദീം അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബിറഹ്മതികൽ ലദീ വസിഅത കുല്ല ശൈഇൻ തഗ്ഫിർലി യാ റബ്ബൽ ആലമീൻ അല്ലാഹുമ്മ ഗ്ഫിർലി അല്ലാഹുമ്മ ഗ്ഫിർലി. നിങ്ങൾ ഇസ്തിഗ്ഫാർ നിങ്ങൾ ആരാക്കണം. രണ്ടാമത്തെ ആൾക്ക് എടുത്ത് ഞങ്ങൾ ഭാരി സംകഷ്ട തീരലേ ഇല്ല. ഒന്നര മേലൊന്ന് ടെൻഷൻ, ಸಂಕಷ್ಟ, ಭಯಂಕರ ದಾರಿದ್ರ್ಯ ಎಲ್ಲ ಉಂಟು. ಇನ್ನು ಬಂದಾയാലും ചെന്ത് അപ്പോൾ അയാളും ചെന്ത് ಯಾರು ಹಸನ್ ಇಲ್ಲಾನು നിങ്ങൾ ഇസ്തിഗ്ഫാർ ಯಾರಾಕರು. മൂന്നാമത്തെ അയാൾ ಬಂದು ചെന്ത് ನಾನൊരു കൃഷിയാക്കടോ. കൃഷിയിൽ ബർക്കത്തേ ഇല്ല. കൃഷി എങ്ങനെയായിട്ടെങ്കിലും അതിൽ ബർക്കത്തില്ല. അതുകൊണ്ട് അത് കുറേ പരിഹാരമുണ്ട് ചെല്ലറു എന്ന് ചെന്നപ്പോൾ ഹസൻ ചെന്ത് നിങ്ങൾ ഇസ്തിഗ്ഫാർ ಯಾರಾಕರು. നാലാമത്തേൽ ചെന്ത് ನಾನು ಮಂಗಿನಾയിട്ട് ടൈമായിട്ട് നക്ക് മക്കമേ ആയിട്ടില്ല, സന്താന ഭാഗ്യമില്ല, അള്ളാഹു തന്നിട്ടില്ല എന്ന് ചെന്നപ്പോൾ അയാൾ ചെന്ത് നിങ്ങൾ ഇസ്തിഗ്ഫാർ ಯಾರಾಕರು. അങ്ങനെ 4 ആളും പോയാൽ നാ കേട്ടെ ഞാൻ ചൊല്ലോ റബീ ഇബ്നു സുഹൈബ് ചൊല്ലോ നാ കേട്ടെ നിങ്ങൾ വന്ന എല്ലാ ടെൻഷനും ഒരൊറ്റ പരിഹാരം ചെന്നാറല്ലേ എന്തോ ഇസ്തിഗ്ഫാർ ചെയ്യോ. ഇസ്തിഗ്ഫാർ ചെല്ലോ ചെന്നാറല്ലേ എല്ലാവർക്കും ഒരേ മറந்து ಎಂದ್ರೆ ನಿಂಗಲೋ ಎಲ್ಲ ಅಂಗಲ ರೋಗತ್ತು ಮರಂದು ಒನ್ನೆ ಇಸ್ತಿಗ್ಫಾರ್ ಎಂದ್ರದ್ರ ರಹಸ್ಯ ಎಂದು ನಾ ಕೇಟ. ಅಪ್ಪ ಮಹಾನ ಹಸನ್ ರಲಿಯಲ್ಲಾಹು ಅನ್ಹು ಓದಿತು ಎಂದ್ರುಂಟು. ವಕುಲ್ತು ಅಸ್ತಗ್ಫಿರು ರಬ್ಬಕುಂ ಇನ್ನಹು ಕಾನ ಗಫಾರ ಯುರ್ಸಿಲಿಸ್ ಸಮಾ ಅಲೈಕುಂ ಮಿದ್ರಾರ ವಯಮ್ದಿದುಕುಂ ಬಿಅಮ್ವಾಲಿನ್ ವಬನೀನ ವಯಜ್ಅಲ್ ಲകും ജന്നാതിൻ വയജ്അൽ ലകും അൻഹാറ എന്ന് ആയത്ത് ഓതി ചെന്ത് നൂഹ് നബി അലൈഹിസ്സലാമു എന്നിട്ട് അല്ലാഹ് ചെന്ന നിങ്ങളെ റബ്ബു അള്ളാഹു നിങ്ങൾ എന്താക്കറു ക്ഷമ കേൾക്കರು. അള്ളാഹു എങ്ങനത്താണ് അള്ളാഹു എന്നോ കാന ഗഫാറ ഭയങ്കര ക്ഷമാശീലാണ്. അങ്ങനെ അവൻ എന്താക്കണം എംദിക്കും യുർസിലിസ് സമാ അലൈക്കും മിദ്റാറ അവൻ നിങ്ങൾക്കു ധാരാളം മല തണ്ട അള്ളാഹു. പിന്നെന്താക്കട എംദിക്കും ബി അംവാലിൻ വബനീന നിങ്ങൾക്ക് പിന്നെന്താക്കട അവನು അംവാലക്കും നിങ്ങളെ സ്വത്തരെല്ലാം അവನು സംരക്ഷണ ആക്കടച്ചെങ്കിൽ നിങ്ങളിട്ടുള്ള സമ്പത്തെല്ലാം എന്താക്കട അള്ളാഹു നേമത്താക്കടದ್ರೆ. പിന്നെ നിങ്ങൾ തോട്ട കിട്ടലുണ്ടല്ലേ ബനീന നിങ്ങൾക്ക് തന്നും നിങ്ങൾ മക്കളില്ല നിങ്ങൾ നിങ്ങളുടെ സന്താന പരമ്പരയുടെ തണ്ട നിങ്ങൾ സ്വത്തും തണ്ട സമ്പത്തും തണ്ട. പിന്നെ വയജ്അൽ ലകും ജന്നാതിൻ വയജ്അൽ ലകും അൻഹാറ നിങ്ങൾ എന്താക്കട അള്ളാഹു സ്വത്ത് തണ്ട സമ്പത്തണ്ട അത്രയുമല്ല നിങ്ങളുടെ തോട്ടത്തിൽ നിങ്ങൾക്ക് വേണമായ തോട്ട ആ തോട്ടത്തിൽ നിങ്ങൾക്ക് വേണമായോ പൊലങ്ങല അല്ല അള്ളാഹു ഉണ്ടാക്കി തന്നിട്ട് ബറക്കത്തുണ്ടാക്കട അള്ളാഹു. നിങ്ങൾ എന്താക്കട
ബറക്കത്തുണ്ടാക്കടാ എന്ന് അള്ളാഹ് ചെന്നു പരിശുദ്ധ ഖുർആനിൽ. അതുകൊണ്ട് 4 സമസ്യക്കും നല്ല മലപിറകും, സന്താന ഭാഗ്യം ഉണ്ടാകും, ദാരിദ്ര്യമില്ലാണ്ട് ആർത്ഥിക ബലം ഉണ്ടാകും, കൃഷിയിൽ ബറക്കത്തുണ്ടാകും. 4 സമസ്യക്കും അള്ളാഹ് ഖുർആനിൽ പരിഹാരം ചെന്നടാ. അതുകൊണ്ട് ചെന്നു എന്ന് ചെല്ലാർ ഹസൻ അലി അള്ളാഹു ചെന്നു റബീബിന് സൊയ്ബിനുണ്ട്. അതിനകത്ത് പാടെ ഒരാൾ ಬಂತು ആറമട്ട് ഹസൻ അലി ഉണ്ട്. അതിലിട്ട് ಬಂದು ചെന്ത് ನಾನು അള്ളാഹു റസൂലിൻ്റെ പേരക്കുട്ടിയായി അള്ളാഹു റസൂലിനെ വിളിച്ച് ഹസൻ അലി വിളിച്ച് എന്ത് മങ്ങിലായിട്ട് ನಾನು ബാഹ്യ ദൃഷ്ടിയിൽ നല്ല ആരോഗ്യം പോലെ കാണ്ടേ. ആയെങ്കിൽ എൻ്റെ പെഞ്ഞീര മുട്ട ബെഡ്റൂമിൽ പോയപ്പോൾ ഞാനെന്തായി പോണ്ടേ പെട്ടെന്ന് ബലഹീന ഞാനവിടെ അതിക്കെന്തരായിട്ട് പരിഹാരം ഉണ്ടാ എന്ന് ചെന്നപ്പം മഹാനായ ഹസൻ അലി അള്ളാഹു ചെന്ന് അതുക്കും ഇസ്തിഗ്ഫാർ നിങ്ങൾ ചെയ്യൂ എന്ന് പരിശുദ്ധ ഖുർആനിലുണ്ടല്ലേ എന്ന് ചെന്ന് ഇസ്തിഗ്ഫാർ ചെയ്യലുണ്ട്. അപ്പോൾ അവൻ കേട്ടാ നണ്ട ഈ ബലഹീനത്തിക്കും നക്ക് ശക്തി കിട്ടക്കും ഈ നിങ്ങൾ ചിലരുടെ ഇസ്തിഗ്ഫാർ എന്തൊരു സംബന്ധമാണ്. അപ്പോൾ മഹാന് അള്ളാഹുടെ പരിശുദ്ധ ഖുർആൻ ഓതിയോ യാ ഖൗമി ഇസ്തഗ്ഫിറൂ റബ്ബക്കും സുമ്മ തൂബൂ ഇലൈഹി യുർസിലു സമാ അലൈക്കും മിദ്റാദ വയസിദ്കും ഖുവ്വതൻ ഇലാ ഖുവ്വതിക്കും. ഖുർആൻ ആയത്ത് ഓതി. എന്നിട്ടോ അള്ളാഹു ചെന്നിട്ടുള്ളൂ നിങ്ങളെ റബ്ബിനോട് നിങ്ങൾ എന്താക്കൂ ക്ഷമായാചനാക്കൂ പശ്ചാത്താപം നിങ്ങൾ തോബ ചെയ്തിട്ട് അവിടെ വിട്ട് നിങ്ങൾ തിരിച്ചു വരും. നിങ്ങൾ ദൂരമായിട്ടല്ല ദോഷം കൊണ്ടു അതുകൊണ്ട് അവിടെ വിട്ട് തിരിച്ചു വരും. ആകാശം നിങ്ങൾ എന്താക്കട അള്ളാഹു ധാരാളം മലച്ചൊരിക്കട. പിന്നെ എന്താക്കട വയസിദ്കും ഖുവ്വതൻ ഖുവ്വതിക്കും നിങ്ങളെ ശക്തിക്ക് ഇന്നത്ര ശക്തി അള്ളാഹു യാറാക്കി തണ്ട. നിങ്ങൾ ശക്തിയില്ല ബലഹീനരല്ലേ നിങ്ങളുടെ ശക്തിക്ക് ഇന്നത്ര ശക്തി അള്ളാഹു യാറാക്കി തണ്ട എന്ന് ചെല്ലാറ് അള്ളാഹു ചെന്നിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ എന്താക്കൂ ഇസ്തിഗ്ഫാറിനെ യാറാക്കുറു. അത് ഇസ്തിഗ്ഫാർ കൊണ്ട് എന്താവു കാൽമും ബെൽച്ചാവു, സന്താന ഭാഗ്യം ഉണ്ടാവു, ദാരിദ്ര്യം ഇല്ലാണ്ടാവു, എല്ലാ ടെൻഷനുക്കും ഉള്ള എല്ലാത്തുക്കും ഏകൈക പരിഹാര ഇസ്തിഗ്ഫാർ. അതുകൊണ്ട് റജബുലു ധാരാളം ഇസ്തിഗ്ഫാർ ചെയ്യുന്നുണ്ടേ കൊണ്ട് ഇസ്തിഗ്ഫാർ അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് കൽബിടാടിത്തരിൽ വരും വായിലാവത്തിര. അതോടുകൂടി അള്ളാഹുവിൻ്റെ സ്വർഗ്ഗ റഹ്മത്തികല്ലത്തി വസിയത്തുള്ള ഷയ്യാൻ തഗ്ഫിർ ലി യാ റബ്ബല്ലാ. അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ ഇതിൽ വെച്ച് ചെന്നിട്ടില്ല നമ്മുടെ സർവ്വദോഷം നീ മാഫാക്ക് എന്ന് ചെന്ന് റഹ്മത്താർ അള്ളാഹു റസൂലും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അതുകൊണ്ട് ഉത്തരം കിട്ടും. അതുകൊണ്ട് ഇസ്തിഗ്ഫാർ ഞങ്ങൾ ധാരാളം റജബുല് ചെയ്യടങ്ങായിട്ടെങ്കിൽ ഞങ്ങൾ ധാരാളം ബാക്കി നല്ല തിങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്യലോട് കൂടി ഞങ്ങളെല്ലാം സർവ്വദോഷത്തെ കരച്ചു കളയുക. അതുകൊണ്ട് മനുഷ്യന്മാർ ദോഷമല്ലാത്ത എല്ലാ ദോഷങ്ങളും അള്ളാഹു ഇസ്തിഗ്ഫാറിൻ്റെ ഞങ്ങളുടെ കരിക്കട. ഞങ്ങളെല്ലാം ടെൻഷനൊക്കെ പഠിച്ചവൻ ഞങ്ങൾ ചിലരുടെ ഇസ്തിഗ്ഫാർ കൊണ്ട് പരിഹാരം ഉണ്ടാക്കിയിട്ട് ടെൻഷൻ ഇല്ലാണ്ട് ജീവിക്കുന്ന സ്വാധീനങ്ങളെ കൊണ്ടുള്ള റഹ്മാനെ ഞങ്ങളെല്ലാ പ്രവർത്തനം നീ സ്വീകരിക്കുക. ഞങ്ങളെല്ലാ ഹസനാത്തിനെ സ്വീകരിക്കുക. സയ്യാത്തിനെല്ലാം കരച്ചു കളിയുക. അള്ളാഹ് എല്ലാം മാഫാക്കുക. അള്ളാഹ് ആമീൻ ബറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.